2025 തുടക്കത്തിൽ ട്രംപിന്റെ താരിഫ് യുദ്ധമടക്കം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. അതിനിടയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ തകർന്ന് തരിപ്പണമാകുമെന്ന് മലയാളത്തിൽ അടക്കമുള്ള ചില മാധ്യമങ്ങളടക്കം വിശകലനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴെന്ത് സംഭവിച്ചു എന്നാണ് ഈ അവസാന ദിവസങ്ങളിൽ, അതായത് 2025 അവസാന ദിവസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തിക രംഗത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തകർന്ന് തരിപ്പണമായോ അതോ പിന്നിലേക്ക് പോയോ? ഇതെല്ലാമാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ. ശക്തമായ വളർച്ച ഉണ്ടായിരിക്കുന്നു, കുറഞ്ഞ പണപ്പെരുപ്പം, വികസിച്ച കയറ്റുമതി രംഗം, മെച്ചപ്പെട്ട തൊഴിൽ വിപണി സാഹചര്യം എന്നിവയിലെല്ലാം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാക്രോ എക്കണോമിക് സൂചന പറയുന്നു. അവരുടെ സൂചന അനുസരിച്ച് 2025-26, അതായത് നമ്മുടെ 6ാം പാദത്തിലേക്ക്, 2025-26 എന്ന് പറയുമ്പോൾ 2025 4 പാദങ്ങളും 2026 2ാമത്തെ പാദത്തിലേക്ക് ഇന്ത്യയുടെ GDP 8.2% വർദ്ധിക്കും എന്നാണ് അവർ പറയുന്നത്. ഇത് കഴിഞ്ഞ 6 പാദങ്ങളിലെ ഉയർന്ന നിലയാണ്. കഴിഞ്ഞ വർഷം, അതായത് ഈ കഴിഞ്ഞ വർഷം എന്നല്ല പറയുന്നത്, ഈ വർഷത്തെ കണക്കിൽ 7.8%, 4ാം പാദം അതായത് അവസാനത്തെ ക്വാർട്ടറിൽ 7.4 ഇനി അത് 8.2 ഉയരും എന്നാണ് ഇപ്പോൾ ഇവരുടെ റിപ്പോർട്ട് കാണിക്കുന്നത്. ഒപ്പം തന്നെ മൊത്തം മൂലധന വർധനവ് അഥവാ GVA 8.1% നിലവിൽ വളർച്ച കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണപ്പെരുപ്പം 2025 ജനുവരിയിൽ 4.26% നവംബർ ആയപ്പോഴേക്കും 0.71% താഴുക മാത്രമല്ല, അത് സ്ഥിരമായി നിൽക്കുകയും ചെയ്തിരിക്കുന്നു. തൊഴിൽ മേഖല തൊഴിലില്ലായ്മ നിരക്ക് ജനുവരിയിൽ 5.2% ഇപ്പോൾ 4.7% കുറഞ്ഞു. ഇതിന് പ്രധാന കാരണം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ ഉണർവും വളർച്ചയുമാണ്. കയറ്റുമതി ജനുവരിയിൽ ഉണ്ടായിരുന്നത് $36.43 ബില്യൺ ആയിരുന്നത് നവംബറിലേക്ക് കടക്കുമ്പോൾ $38.13 ബില്യൺ മാറിയിരിക്കുന്നു. സോഫ്റ്റ്വെയറിലും സേവനങ്ങളിലും അടക്കം വലിയ കയറ്റുമതിയാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരു സാമ്പത്തിക വളർച്ചയുടെ ആ ഒരു നാഴികക്കല്ലായി മാറിയത്. ഏതായാലും തകർക്കാൻ ശ്രമിച്ചവർക്കൊക്കെ നിരാശ സമ്മാനിച്ചുകൊണ്ട് ഉള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.